ഞാനിന്നൊരു അയിലക്കറി ഉണ്ടാക്കുന്നത്. അയില തേങ്ങ അരച്ച് വെച്ചത്. അതിന് ഞാനൊരു 3 അയില നുറുക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് കറി ഉണ്ടാക്കാം. ചട്ടിയിൽ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 5-6 ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടി വരുമ്പോൾ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉള്ളിയൊക്കെ നല്ലോണം മൂത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ഇത് ഞാൻ ഒരു വലിയൊരു ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി നല്ല തിളച്ച വെള്ളത്തിൽ കുറച്ച് നേരമായിട്ട് കലക്കി വെച്ചതാണ്. അത് ഇനി ഇതിനകത്തേക്ക് ചേർക്കാം. ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ നല്ലോണം മൂത്തിട്ടുണ്ട്. നമുക്കിനി കുടംപുളി വെള്ളത്തിലിട്ടത് ഒഴിച്ചു കൊടുക്കാം. കുടംപുളി എടുത്തിട്ട് ഇച്ചിരി ഒരു നുള്ളു ഉപ്പും ഇട്ട് ചൂടുവെള്ളം ഒഴിച്ച് വെച്ചതാണ്. ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലോണം തിളയ്ക്കണം. അപ്പം നമ്മുടെ കറി നല്ലോണം തിളച്ചിട്ടുണ്ട്. നമുക്കിനി മീൻ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. മീൻ വേവുന്ന നേരം കൊണ്ട് നമുക്ക് അതിനൊരു അരപ്പ് റെഡിയാക്കാം. അതിന് ഞാനൊരു 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് കുതിർത്തതാണ്. കുറച്ച് മതി, കാരണം കൂടുതലായി അതിൻ്റെ അണ്ടിപ്പരിപ്പിൻ്റെ ടേസ്റ്റ് ആവും. അപ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പും എടുത്തിട്ടുണ്ട്. ഇത് ഇനി നല്ല വെണ്ണ പോലെ അരയ്ക്കണം. ഇപ്പോൾ നമ്മുടെ മീനൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. നമുക്കിനി അരപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം പതുക്കെ. കുറച്ചും കൂടി വെള്ളം വേണം, ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ കറി ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇനി ഇത് നല്ലോണം തിളയ്ക്കണം. ഇത് ഒന്നും കൂടി ഒന്ന് മൂടി വയ്ക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കറിയൊക്കെ വെന്തിട്ടുണ്ട്. ചാറൊക്കെ പാകമാണ്. ചാറൊക്കെ ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കറക്റ്റ് ചെയ്തേക്കുക. ഇനി വേണമെങ്കിൽ ഇതിനകത്ത് ഉള്ളി മൂപ്പിച്ചൊഴിക്കാം. ഞാൻ ഇപ്പോൾ ഉള്ളി മൂപ്പിച്ചൊഴിക്കുന്നില്ല. ഞാൻ തീ ഓഫ് ചെയ്യാണ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്.